നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ പിന്നോക്ക വിഭാഗക്കാർക്കുള്ള സൗജന്യ മുട്ടക്കോഴി വിതരണ പദ്ധതി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. മാന്നാമംഗലത്ത് വള്ളിപ്പടർപ്പിൽ കൊമ്പുകുടുങ്ങിയ പുള്ളിമാനെ വനം വകുപ്പ് റെസ്ക്യൂ അംഗം ലിജോ കാച്ചേരി രക്ഷപ്പെടുത്തി. പുഴകൾ സംരക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ കടമയാണെന്ന് മേജർ PJ സ്റ്റൈജു. 3.5 കോടിയുടെ വിറ്റുവരവുമായി മണ്ണുത്തി വെറ്ററിനറി സർവകലാശാലയിലെ സെയിൽസ് സെന്റർ. വിശദമായ വാർത്തകളിലേക്ക്. പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ പിന്നോക്ക വിഭാഗക്കാർക്കുള്ള സൗജന്യ മുട്ടക്കോഴി വിതരണ പദ്ധതി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനമായ ICAR, കേരള വെറ്ററിനറി സർവകലാശാല, മണ്ണുത്തി പൗൾട്രി ഫാം, മൃഗസംരക്ഷണ വകുപ്പ് തുടങ്ങിയവർ സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കിയത്. തൃശൂർ ജില്ലയിലെ 3 മൃഗാശുപത്രികൾ വഴി 300 കർഷകർക്കാണ് സൗജന്യമായി 10 കോഴികളെയും തീറ്റയും കോഴി ഫാമിനുള്ള ഉപകരണങ്ങൾ, ആരോഗ്യ രക്ഷാമരുന്നുകൾ തുടങ്ങിയവ നൽകുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ടമായി മാന്നാമംഗലം മൃഗാശുപത്രിയുടെ നേതൃത്വത്തിൽ 100 കർഷകർക്കാണ് കോഴികളെ വിതരണം നടത്തിയത്. പുത്തൂർ കുരിശുമൂല കല്യാണ മണ്ഡപത്തിൽ നടത്തിയ ചടങ്ങിൽ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നളിനി വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു. സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ MR ശശീന്ദ്രനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. മാന്നാമംഗലം മൃഗാശുപത്രി സീനിയർ വെറ്ററിനറി സർജൻ ഡോക്ടർ മനോജ് മാത്യു, പുത്തൂർ മൃഗാശുപത്രി വെറ്ററിനറി സർജൻ ഡോക്ടർ സുമി ചന്ദ്രൻ, സർവകലാശാല ഡയറക്ടർമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് തൃശൂർ കർമ്മപദം വിജ്ഞാൻ കേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ കർഷകർക്കായി സാങ്കേതിക പരിജ്ഞാന സെമിനാറും സംഘടിപ്പിച്ചു. ഡോക്ടർ അജിത് ബാബു, ഡോക്ടർ സ്റ്റെല്ല സിറിയക് തുടങ്ങിയവർ ക്ലാസുകളെടുത്തു. പുത്തൂർ മൃഗാശുപത്രി, വാണിയമ്പാറ മൃഗാശുപത്രി എന്നിവിടങ്ങളിലും വരും ദിവസങ്ങളിൽ ഈ പദ്ധതി നടപ്പിലാക്കും. അതുപോലെ തന്നെ ബ്രീഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിന്ന് നടക്കുന്ന ഈ കോഴി വിതരണം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ 2025-26 സാമ്പത്തിക വർഷത്തില് എല്ലാ വീടുകളിലേക്കും കോഴിക്കുഞ്ഞുങ്ങളെ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി 7 ലക്ഷം രൂപയോളം നമ്മൾ പദ്ധതി വിഹിതം മാറ്റിവെച്ചുകൊണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. അതിന് പുറമെയാണ് നമ്മുടെ പട്ടികജാതി വിഭാഗക്കാരുടെ ഇങ്ങനൊരു പദ്ധതി സർക്കാർ തലത്തിൽ തന്നെ നടത്തിക്കൊണ്ടുവരുന്നത്. അതിന് ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ മണ്ണുത്തിയിലെ വെറ്ററിനറി സർവകലാശാലയാണ്. നമുക്കറിയാം, ഇവിടെ പദ്ധതി വിശദീകരണത്തിലും അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷണത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും കൂടെ പറഞ്ഞു, ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സംസ്ഥാന സർക്കാർ ഒട്ടനവധി പദ്ധതികൾക്കാണ് രൂപം കൊടുത്തിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മലയോര ഗ്രാമപ്രദേശമാണ് പുത്തൂർ ഗ്രാമപഞ്ചായത്ത്. ആ ഗ്രാമപഞ്ചായത്തിനകത്ത് ഒട്ടേറെ പേർ നമ്മുടെ മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട് ഉപജീവന മാർഗം നടത്തി വരുന്നുണ്ട്. ഗ്രാമപഞ്ചായത്ത് അതിനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഈ വർഷം നമ്മൾ 50 ലക്ഷം രൂപയോളമാണ് മൃഗസംരക്ഷണ മേഖലയ്ക്ക് പദ്ധതി ഇനത്തിൽ മാറ്റിവെച്ചിട്ടുള്ളത്. അതിലൊട്ടേറെ പദ്ധതികൾ നമുക്ക് നല്ല രീതിയിൽ ക്ഷീര കർഷകരെ സഹായിക്കുന്ന തരത്തിലുള്ളതാണ്. അവർക്ക് ആവശ്യമായ കന്നുകാലികളെ വാങ്ങുന്നതിന്, അതുപോലെ പോത്തുംകുട്ടി വളർത്തല്, അതുപോലെ നമുക്ക് കോഴി വളർത്തൽ, അങ്ങനെ ഒട്ടേറെ പദ്ധതികൾ അവർക്ക് ആവശ്യമായ തീറ്റ. ഭരണസമിതിയുടെ സമയത്താണ് പുതുതായി 2-3 പദ്ധതികൾ ഏറ്റെടുത്തത്. പോത്തുകുട്ടികളെ വളർത്തിയാൽ അവർക്ക് സബ്സിഡി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഗുണഭോക്തൃ വിഹിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് 12,000 രൂപയുടെ പോത്തുകുട്ടി വാങ്ങുകയാണ്. നമ്മുടെ ഏറ്റവും പുത്തൂർ ഗ്രാമപഞ്ചായത്തിനെ നെറുകയിൽ എത്തിച്ച ഒരു സംവിധാനമാണ് സുവോളജിക്കൽ പാർക്ക്. അപ്പൊ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനം പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്ന പരിപാടി ഈ വരുന്ന ഒക്ടോബർ 28-ാം തീയതി നടക്കുന്നതാണ്. അപ്പൊ അതിന്റെ വിപുലമായ ഒരു സംഘാടക സമിതിയാണ് ഇന്നലെ 5 മണിക്ക് ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ നമ്മുടെ സ്കൂളിൽ നിർവഹിച്ചു കഴിഞ്ഞു. ഇപ്പൊ അതിന്റെ പ്രവർത്തന പരിപാടി നമ്മുടെ പുത്തൂർ എന്ന ഈ മലയോര ഗ്രാമത്തിലേക്ക് നമ്മുടെ ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നുള്ള ജനങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമാണ് ഇനിയുള്ള നാളുകൾ നമ്മൾ കാണുന്നത്.
അങ്ങനെ വരുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് ഉപജീവന മാർഗം, അവരുടെ ജീവിത നിലവാരത്തിൽ തന്നെ ഒരു മാറ്റം വരുത്തണം. ഇവിടേക്ക് വരുന്ന ആളുകളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി നമ്മൾ ഓരോരുത്തരുണ്ട്. ഉൾപ്പെട്ട ആളുകളെയും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പദ്ധതി പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കം ഗ്രാമപഞ്ചായത്ത് കൊടുത്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായി നമുക്ക് ഒട്ടേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ പഴയ മുത്തൂരല്ല, ഇവിടെ നൈജേഴ്സ് പറഞ്ഞതുപോലെ പണ്ട് നമുക്ക് 2 കോടിയൊക്കെ കിട്ടിയാൽ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നൈജേഴ്സിയുടെ സമയത്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഒരു സമയഘട്ടം കഴിഞ്ഞപ്പോ ഇന്ന് നമുക്ക് ആർക്കും ഭക്ഷണത്തിന് പഞ്ഞമില്ല. അതുപോലെ തന്നെ കോഴിമുട്ടയും കോഴിയിറച്ചിയും ഏതൊരു പരിപാടിക്കും മസ്റ്റാണ്. അതില്ലാതെ ഒരു പരിപാടി നമുക്ക് ആലോചിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ തരുന്ന ഈ 10 കോഴി, ഈ 10 കോഴിയിൽ നിന്ന് 100 കോഴിയിലേക്ക് നമുക്ക് മാറാൻ കഴിയണം. ഇതോടുകൂടി നശിപ്പിക്കല്, ഇത് ദുരുപയോഗം ചെയ്യാതെ, നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ദുരുപയോഗം ചെയ്യാതെ നല്ല രീതിയിൽ അത് നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം കൂടി നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ശുദ്ധമായ മാന്നാമംഗലത്ത് വള്ളിപ്പടർപ്പിൽ കൊമ്പു കുടുങ്ങിയ പുള്ളിമാനെ വനംവകുപ്പ് റെസ്ക്യൂ അംഗം ലിജോ കാച്ചേരി രക്ഷപ്പെടുത്തി. മാന്നാമംഗലം വനംവകുപ്പിന്റെ പരിധിയിലെ കോളാംകുണ്ടിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ വള്ളിപ്പടർപ്പിലാണ് കഴിഞ്ഞ ദിവസം മാൻ കുടുങ്ങിയത്. കൊമ്പ് വള്ളിപ്പടർപ്പിനുള്ളിൽ കുടുങ്ങിയതിനാൽ മാനിന് സ്വയം രക്ഷപ്പെടുവാൻ കഴിയാത്ത അവസ്ഥയായി. ഇതോടെ നാട്ടുകാർ മാന്നാമംഗലം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് സ്ഥലത്തെത്തിയ വനംവകുപ്പ് റെസ്ക്യൂ അംഗം ലിജോ കാച്ചേരി ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് കൊമ്പിൽ കുടുങ്ങിയ വള്ളിപ്പടർപ്പുകൾ മുറിച്ചുമാറ്റി മാനിനെ രക്ഷപ്പെടുത്തിയത്. വള്ളികൾക്കൊപ്പം വേലി കെട്ടാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കയറും ഉണ്ടായതാണ് കുരുക്കുമുറുകുവാൻ കാരണമായത്. ഏതാനും മാസം മുമ്പ് ഇതേ സ്ഥലത്ത് കിണറ്റിൽ വീണ മാൻകുട്ടിയെ ലിജോ രക്ഷപ്പെടുത്തി CPR നൽകുന്ന ദൃശ്യവും ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു. പുഴകൾ സംരക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ കടമയാണെന്ന് മേജർ PJ സ്റ്റൈജു. ലോക നദീദിനത്തിന്റെ ഭാഗമായി 24 കേരള ബറ്റാലിയൻ കീച്ചേരി പുഴയുടെ ഭാഗമായുള്ള ആളൂർ പ്രദേശത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. NCC കേഡറ്റുകൾ നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങൾ 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. സൈനികനായ മൻജിത് സിംഗ് നേതൃത്വം നൽകിയ ശുചീകരണ പ്രവർത്തനങ്ങളിൽ മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ കേഡറ്റുകളാണ് പങ്കെടുത്തത്. ആളൂർ പാലത്തിന്റെ ഇരു കൈവരികളോട് ചേർന്നുള്ള പുല്ലുകളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും NCC കേഡറ്റുകൾ വൃത്തിയാക്കി. നദീദിനത്തിന്റെ ഭാഗമായി മേജർ PJ സ്റ്റൈജു കേഡറ്റുകൾക്ക് പുഴ സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ലോക നദീദിന വാരാചരണത്തിന്റെ ഭാഗമായി 24 കേരള ബറ്റാലിയൻ NCCയുടെ കീഴിലുള്ള സീനിയർ കേഡറ്റുകൾ തൃശൂർ ജില്ലയിൽ നടത്തുന്ന പുഴ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കേച്ചേരി പുഴ ശുചീകരിച്ചത്. പരിപാടികൾക്ക് സീനിയർ കേഡറ്റുകളായ അഭിജിത് K മോഹൻ, മുഹമ്മദ് ഷംസുദ്ദീൻ CM, ആദിത്യൻ MS, അബിൻ CS, ശിവമല്ലി KB, ഇസ്ബൽ ജോസ്, സന മരിയ സോന തുടങ്ങിയവർ നേതൃത്വം നൽകി. 24 കേരള ബറ്റാലിയൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ ബ്രിജേഷ് MTയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സെപ്റ്റംബർ 24-ന് ചാലക്കുടി പുഴയുടെ ഭാഗമായുള്ള അതിരംപള്ളി പ്രദേശം ശുദ്ധീകരിച്ച് നദീദിന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ലോക പുഴ സംരക്ഷണ ദിനമായ ഇന്ന് NCC കേഡറ്റുകൾ കേരളത്തിലെ വിവിധ പുഴകളെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. 24 കേരള ബറ്റാലിയൻ NCCയിലെ മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ ഡിവിഷൻ അംഗങ്ങളായിട്ടുള്ള NCC കേഡറ്റുകൾ അവരുടെ പ്രദേശമായ കേച്ചേരി പുഴയുടെ കൈവഴിയായിട്ടുള്ള ആളൂർ പാലം വൃത്തിയാക്കി അവിടുത്തെ പ്ലാസ്റ്റിക്കുകളും മാർഗതടസ്സം ഉണ്ടാക്കുന്ന ചെടികളൊക്കെ വൃത്തിയാക്കി ഈ പുഴ സംരക്ഷണ പ്രതിജ്ഞ ചെയ്ത് ഈ പ്രകൃതിയുടെ സംരക്ഷണ കവചം തീർക്കുമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ടുള്ള ഒരു പരിപാടിയാണ്. ഇത് വൻ വിജയമാണ്. കുട്ടികളിൽ വലിയ ആവേശമാണ്. ഇത് കാണുന്ന ഇതിലൂടെ കടന്നു പോകുന്ന ആളുകളൊക്കെ വണ്ടി നിർത്തി അവരെ അനുമോദിക്കുന്നതും
അനുമോദിപ്പിക്കുന്നതും സന്തോഷിക്കുന്നതും നല്ല പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് അവരോട് പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. NCC ചെയ്യുന്ന ഈ സേവനങ്ങൾ കൂടുതൽ ആളുകളെ ഏറ്റെടുത്ത് നമ്മുടെ പുഴകളെയും കുന്നുകളെയും സംരക്ഷിക്കാനായിട്ട് എല്ലാവരും മുന്നോട്ട് വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. താങ്ക് യു. ജയ് NCC. 3.5 കോടിയുടെ വിറ്റുവരവുമായി മണ്ണുത്തി വെറ്ററിനറി സർവകലാശാലയിലെ സെയിൽസ് സെന്റർ. മികച്ച വരുമാനവുമായി കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി മണ്ണുത്തി ക്യാമ്പസിലെ ടെക്നോളജി ഇൻഫർമേഷൻ ആൻഡ് സെയിൽസ് സെന്റർ 2024-25 സാമ്പത്തിക വർഷത്തിൽ 3.5 കോടിയുടെ വിറ്റുവരവാണ് സെയിൽസ് സെന്ററിലൂടെ നേടിയത്. ശാസ്ത്രം, പോഷകാഹാരം, പാരമ്പര്യം, വിശ്വസ്തത എന്നീ മൂല്യങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക, പൊതുജനങ്ങൾക്ക് വൈജ്ഞാന മൂല്യങ്ങൾ പകർന്നു നൽകുക എന്ന ലക്ഷ്യങ്ങളോടെ 2018 ഒക്ടോബർ 6 കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി മണ്ണുത്തി ക്യാമ്പസിൽ ടെക്നോളജി ഇൻഫർമേഷൻ ആൻഡ് സെയിൽസ് സെന്റർ സ്ഥാപിച്ചത്. വിവിധതരം കട്ട്ലേറ്റുകൾ, സോസേജുകൾ, സ്മോക്ക് മീറ്റ്സ്, അച്ചാറുകൾ, റെഡി ടു കുക്ക് തുടങ്ങിയ ഇനങ്ങൾ നിരവധി വൈവിധ്യമാർന്ന രുചി വിഭവങ്ങളും ഈ സെയിൽസ് സെന്ററിലൂടെ ലഭിക്കും. പ്രീമിയം ഫ്രഷ് ബീഫ്, ആട്ടിറച്ചി, പന്നിയിറച്ചി, ചിക്കൻ, കാട, മുയൽ, താറാവിറച്ചി തുടങ്ങിയവ ശീതീകരിച്ചതും സംസ്കരിച്ചതുമായ രൂപങ്ങളിൽ ഇവിടെ നിന്നും ലഭിക്കും. ഡയറി ഉൽപ്പന്നങ്ങളായ പശുവിൻ്റെയും എരുമയുടെയും പാൽ, തൈര്, പനീർ, നെയ്യ്, ഗുലാബ് ജാമുകൾ, പേട, പാലട പായസം, ഐസ്ക്രീമുകൾ എന്നിവയും ഇവിടെ നിന്നും വാങ്ങാവുന്നതാണ്. സർവകലാശാലയുടെ ഫാമുകളിൽ നിന്നും ലഭിക്കുന്ന പരിസ്ഥിതി സൗഹൃദ കാർഷിക ഉൽപ്പന്നങ്ങളും ജൈവവളങ്ങളായ മണ്ണിര കമ്പോസ്റ്റ്, ചാണകപ്പൊടി, വേപ്പെണ്ണ, പഞ്ചഗവ്യം, ജീവാമൃതം തുടങ്ങിയവയും സെയിൽസ് സെന്ററിൽ നിന്നും വാങ്ങുവാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ശാസ്ത്രീയ കൃഷിരീതികൾ, മൃഗസംരക്ഷണം എന്നിവ ഉൾക്കൊള്ളുന്ന ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള പുസ്തകങ്ങളുടെയും ലഘുലേഖകളുടെയും ഒരു ബൃഹത് ശേഖരവും ഇവിടെയുണ്ട്. ഞായറാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും രാവിലെ 9:30 മുതൽ വൈകിട്ട് 5:30 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി മണ്ണുത്തി ക്യാമ്പസിലെ ടെക്നോളജി ഇൻഫർമേഷൻ ആൻഡ് സെയിൽസ് സെന്റർ തുറന്നു പ്രവർത്തിക്കും. ജില്ലാ കപ്പ് ബുൾബുൾ ഉത്സവ് തൃശൂർ ടൗൺ ഹാളിൽ വെച്ച് നടത്തി. 23rd ഓപ്പൺ സ്കൗട്ട് ഗ്രൂപ്പിന്റെ 62ാം വാർഷികത്തോടനുബന്ധിച്ചും ഗാന്ധി ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള ജില്ലാ കപ്പ് ബുൾബുൾ ഉത്സവം തൃശൂർ ടൗൺ ഹാളിൽ വെച്ച് നടത്തപ്പെട്ടു. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും 800-ൽ പരം കപ്പ് ബുൾബുൾ കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു. കപ്പ് ബുൾബുൾ ഉത്സവത്തിന്റെ ഉദ്ഘാടനം തൃശൂർ MLA P. ബാലചന്ദ്രൻ നിർവഹിച്ചു. സാഹസിക പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾക്ക് കൗതുകം ആണെന്ന് MLA ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഡെപ്യൂട്ടി മേയർ ML റോസി അധ്യക്ഷയായി. ദേശഭക്തി ഗാനം, കരകൗശല മത്സരം, ഡ്രോയിംഗ് കോമ്പറ്റീഷൻ, സാഹിത്യ പരിപാടികൾ തുടങ്ങിയവ മുഖ്യ ഇനമായിരുന്നു. നാഷണൽ കമ്മീഷണർ ഡോക്ടർ EU രാജൻ മുഖ്യാതിഥിയായിരുന്നു. സ്കൗട്ട് ആൻഡ് ഗൈഡ് തൃശൂർ ജില്ലാ ട്രഷറർ AM ജെയ്സൺ സ്വാഗതം പറഞ്ഞു. സീനിയർ സ്കൗട്ട് മാസ്റ്റർ CI തോമസ്, അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് കമ്മീഷണർ VS ഡേവിഡ്, ഗ്രൂപ്പ് ലീഡർ ജോസ്ബി ചാക്കോ, ഗ്രൂപ്പ് പ്രസിഡന്റ് ജോയ്, കൺവീനർ അജിത് PG, പോളി ജോസഫ്, സുശീല സാമുവേൽ, റോസ് ആന്റണി, വിമല കൃഷ്ണൻ തുടങ്ങിയവർ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വിരുപ്പാക ജയഹിന്ദി വിദ്യാലയം 35ാമത് വാർഷികവും വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VC സജീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭ എറണാകുളം സെക്രട്ടറി K. വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി. റിട്ടയർഡ് ഹിന്ദി അധ്യാപിക കാമാക്ഷി ടീച്ചർ സംസാരിച്ചു. ജയ്ഹിന്ദി വിദ്യാലയ സ്ഥാപക TV ജയലക്ഷ്മി സ്വാഗതവും K. രാധിക നന്ദിയും പറഞ്ഞു. അതിന്റെ പ്രാധാന്യവും പ്രസക്തിയെക്കുറിച്ചുള്ളതിലൂടെ മുഖ്യ അതിഥി സംസാരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് 2 ഔദ്യോഗിക ഭാഷകളാണുള്ളത്. അതിലൊന്ന് ഇംഗ്ലീഷും ഒന്ന് ഹിന്ദിയുമാണ്. എന്നാൽ ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയായി നമ്മുടെ രാജ്യം അംഗീകരിച്ചിട്ടില്ല. ഹിന്ദി എന്നല്ല ഒരു ഭാഷയെയും നമ്മുടെ ഭരണഘടനാ പ്രകാരം ദേശീയ ഭാഷയായി അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്.
നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം 28 സംസ്ഥാനങ്ങളുണ്ട്, 5-ലധികം കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. അതിൽ ഏകദേശം 9 സംസ്ഥാനം, ആ 9 സംസ്ഥാനങ്ങളിലെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണ്. 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഭാഷയും ഹിന്ദിയാണ്. അപ്പോൾ ഹിന്ദിക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്നാൽ കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇനിയൊരു ഇടവേള. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീ കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്ക. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞു കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ ജില്ലയിലെ ഹരിശ്രീ വിദ്യാനിധി സ്കൂളിൽ സർഗലഹരിയെ നിശ്ചലമാക്കിയ ICSE സ്കൂളുകളുടെ സോണൽ കാറ്റഗറി 3 മത്സരത്തിനൊടുവിൽ ഫസ്റ്റ് റണ്ണറപ്പായി ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ മണ്ണുത്തി വിജയകിരീടം ചൂടി. വിവിധ വേദികളിലായി കലാ, സംഗീത, നൃത്ത മത്സരങ്ങളിൽ നടന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലാണ് ഈ വിജയം സ്വന്തമാക്കിയത്. Yeah!
കുതിരാൻ തുരങ്കത്തിനകത്ത് അപകടം, ബൈക്ക് യാത്രക്കാരന് പരിക്ക്. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ കുതിരാൻ തുരങ്കത്തിനകത്ത് ബൈക്ക് അപകടത്തിൽപ്പെട്ടു. തൃശൂർ ഭാഗത്തു നിന്നും പാലക്കാട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന പിക്കപ്പ് വാനിന് പുറകിൽ നിയന്ത്രണം വിട്ട ബൈക്ക് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ യാത്രക്കാരൻ തെറിച്ചു വീണ് പരിക്ക് പറ്റി. കൊല്ലങ്കോട് സ്വദേശി മാധവനാണ് പരിക്ക് പറ്റിയത്. ഇയാളെ തൃശൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രായപൂർത്തിയാകാത്ത 16 വയസ്സുള്ള കുട്ടിയെ തടങ്കലിൽ വെച്ച് മർദ്ദിക്കുകയും കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്ത കേസിലെ പ്രതി റിമാൻഡിലേക്ക്. പ്രായപൂർത്തിയാകാത്ത 16 വയസ്സുള്ള കുട്ടിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിലെ ഒരു പ്രതിയായ മാള പുത്തൻചിറ കണ്ണിക്കുളങ്ങര സ്വദേശി കോഴിക്കാട്ടിൽ വീട്ടിൽ അദിനാൻ എന്നയാളെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. 2025 സെപ്റ്റംബർ 15 പുലർച്ചെ 2:15 സംഭവം. മാള പോലീസ് സ്റ്റേഷൻ റൌഡിയായ പുത്തൻചിറ പുളിയിൽക്കുന്ന് സ്വദേശി നെടുപ്പുരയ്ക്കൽ വീട്ടിൽ മുഹമ്മദ് ഷാഫി എന്നയാൾ വാടകയ്ക്ക് താമസിക്കുന്ന കോണോത്തുകുന്ന് ജനതാ കോർണറിലെ വാടക വീട്ടിലേക്കാണ് പരാതിക്കാരനായ കുട്ടിയെ വിളിച്ചു വരുത്തിയത്. ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷൻ SHO ജെ ജിനീഷ്, SI AK സോജൻ, GSI MA മുഹമ്മദ് റാഷി, ASI PG ഗോപകുമാർ, AN ദേവേഷ്, ജോവിൻ ജോയ്, CPOമാരായ EG ജിജിൽ കുമാർ, K ജിതേഷ് തുടങ്ങിയവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വീടിന്റെ കിടപ്പുമുറിയിൽ വെച്ച് മുഹമ്മദ് ഷാഫിയും ഇയാളുടെ ഭാര്യയായ യുവതിയും മാള പുത്തൻചിറ കണ്ണിക്കുളങ്ങര സ്വദേശി കോഴിക്കാട്ടിൽ വീട്ടിൽ അദിനാൻ, പഴുവിൽ ചിറക്കൽ സ്വദേശി പാരേക്കാട്ടിൽ വീട്ടിൽ വിഷ്ണു എന്ന് വിളിക്കുന്ന വിഷ്ണു പ്രസാദ്, നിയമവുമായി പൊരുത്തപ്പെടാത്ത ഒരു കുട്ടി തുടങ്ങിയവർ ചേർന്നാണ് കുട്ടിയെ മർദ്ദിച്ചത്. പോക്സോ കേസിലെ പിടികിട്ടാപ്പുള്ളിയെ വയനാട്ടിൽ നിന്നും പിടികൂടി റിമാൻഡ് ചെയ്തു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. 2013 മെയ് മാസത്തിൽ ചികിത്സയ്ക്കായി എത്തിയ പ്രായപൂർത്തിയാകാത്ത അതിജീവിതയെ ഡെന്റൽ ഹൈജീനിസ്റ്റ് ആയ പ്രതി ചികിത്സിക്കാനെന്ന വ്യാജേന ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെ ഒരു മുറിയിലേക്ക് വിളിച്ചുകയറ്റി കുറ്റകരമായ ബലപ്രയോഗം നടത്തി അതിജീവിതയുടെ വസ്ത്രം മാറ്റി ശരീരത്തിൽ സ്പർശിക്കുവാൻ ശ്രമിച്ച് മാനഹാനി വരുത്തിയ കേസിൽ കോടതിയിൽ നിന്നും ജാമ്യമെടുത്ത് ഒളിവിൽ കഴിഞ്ഞുവന്നിരുന്ന കൊടുങ്ങല്ലൂർ എടവിലങ്ങ് സ്വദേശി അറക്കൽ വീട്ടിൽ ഹഫ്സാദ് എന്നയാളെയാണ് വയനാട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. പ്രതിയെ ചാലക്കുടി പോലീസ് സ്റ്റേഷനിലെത്തിച്ച് നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയതിൽ റിമാൻഡ് ചെയ്തു. ഈ കേസിൽ അറസ്റ്റിലായി കോടതിയിൽ നിന്നും ജാമ്യമെടുത്ത് നിരന്തരം കോടതിയിൽ ഹാജരാകാത്തതിനെ തുടർന്ന് ഇയാളെ പിടികൂടുന്നതിനായി കോടതി പിടികിട്ടാപ്പുള്ളി വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. ഈ വാറണ്ട് പ്രകാരമാണ് പ്രതിയെ പിടികൂടിയത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ ചാലക്കുടി പോലീസ് സ്റ്റേഷൻ SHO MK സജീവ്, CPOമാരായ PK രതീഷ്, KM മിഥുൻ തുടങ്ങിയവർ ചേർന്നാണ് പ്രതിയെ വയനാട്ടിൽ നിന്നും പിടികൂടിയത്. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. ഓഫറുകൾ തൻ മായാജാലം ചുറ്റും തീർക്കും ഓണക്കാലം. സമ്മാനങ്ങൾ വാരിക്കൂട്ടം, വാഗ്ദാനങ്ങൾ വേണ്ടതിലേറെ. അപ്ലയൻസ്, മൊബൈൽ, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് വാങ്ങണം, പക്ഷേ എവിടെ നിന്ന്? യഥാർത്ഥ ഓഫർ, യഥാർത്ഥ ഡിസ്കൗണ്ട് നമ്മുടെ പിട്ടാപ്പിള്ളിയിൽ മാത്രം. വൻ ഓഫറുകൾ തൻ യഥാർത്ഥ മേളം പിട്ടാപ്പിള്ളിയിൽ റിയൽ ഓണത്തിൽ. വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം. പിട്ടാപ്പിള്ളി ഏജൻസീസ്. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ.
മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി, പോസ്റ്റ് ഓഫീസിന് സമീപം മണ്ണുത്തി. നീലി എന്റെ എല്ലാ പ്രശ്നത്തിലും കൂടി ഉണ്ടായിരുന്നു. ഇനി ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ ഇവിടെ മുമ്പ്. അയ്യോ ചേട്ടൻ വീണ്ടും വാർത്തയിലേക്ക്. ഭാര്യ താമസിക്കുന്ന വീട്ടിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തിയ മാഹിൻ കൊലപാതക കേസിലെ പ്രതിയും ആളൂർ പോലീസ് റൌഡിയുമായ ഉണ്ണികൃഷ്ണൻ റിമാൻഡിൽ. ചാലക്കുടി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ പ്രൊട്ടക്ഷൻ ഉത്തരവ് ലംഘിച്ച് ഭാര്യ താമസിക്കുന്ന വീട്ടിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തിയ ആളൂർ പോലീസ് സ്റ്റേഷൻ റൌഡിയായ ഉണ്ണികൃഷ്ണൻ എന്നയാളെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. 2025 സെപ്റ്റംബർ 22 രാത്രി 11 മണിയോടെ പ്രതി ഭാര്യ താമസിക്കുന്ന ചാലക്കുടി വിയാർപുരത്തെ വീട്ടിൽ അനധികൃതമായി അതിക്രമിച്ചു കയറി അസഭ്യമായി വിളിച്ചും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയും മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിനാണ് ഉണ്ണികൃഷ്ണനെ അറസ്റ്റ് ചെയ്തത്. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീവ് MK, സബ് ഇൻസ്പെക്ടർമാരായ ബിജു KK, ഉണ്ണികൃഷ്ണൻ, ASIമാരായ പ്രതീഷ്, സുധീർ, ജിബി തുടങ്ങിയവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. മുൻ ഭർത്താവിനെ കൊട്ടേഷൻ നൽകി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് മൊബൈൽ ഫോൺ കവർച്ച ചെയ്ത കേസിൽ കൊട്ടേഷൻ സംഘാംഗങ്ങളായ തമിഴ്നാട് സ്വദേശികളായ 2 പ്രതികൾ കൂടി പ്രതികൾ റിമാൻഡിലേക്ക്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് തമിഴ്നാട്ടിൽ നിന്നും പ്രതികളെ പിടികൂടിയത്. തമിഴ്നാട് പുത്തൂർ തൃശ്ശിനാപ്പള്ളി സ്വദേശികളായ സെന്തിൽ കുമാർ, സംഗീത് തുടങ്ങിയവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം തമിഴ്നാട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ഈ കേസിലെ പ്രതികളും കൊട്ടേഷൻ സംഘാംഗങ്ങളുമായ 4 പ്രതികളെയും യുവതിയെയും മുൻപ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. പ്രതികൾ കുറ്റകൃത്യം ചെയ്യുന്നതിനായി ഉപയോഗിച്ച ഇന്നോവ കാറും പിടിച്ചെടുത്തിരുന്നു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ ചാലക്കുടി DYSP ബിജുകുമാർ PC, കൊടകര SHO ദാസ് PK, GSIമാരായ സതീശൻ മടപ്പാട്ടിൽ, മൂസ, ബിനോയ് മാത്യു, GASIമാരായ സിൽജോ, റെജി, ബിനു, ആഷ്ലിൻ ജോൺ, GSCPO ഷിജോ തോമസ്, CPO ശ്രീജിത്ത്, സുർജിത്ത് തുടങ്ങിയവരാണ് കേസന്വേഷണത്തിൽ ഉണ്ടായിരുന്നത്. 46 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ ഗുണ്ട ഹരീഷും കൊലപാതക കേസിലെ പ്രതിയായ ഒരു കൂട്ടാളിയും കസ്റ്റഡിയിൽ. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇന്നുച്ചതിരിഞ്ഞ് 3:10 വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചിലങ്ക ജംഗ്ഷനിൽ വെച്ച് KL 07 DF 2418 എന്ന നമ്പറുള്ള വെള്ള ടാക്സി കാറിൽ വന്ന ഒരാൾ റോഡ് ക്രോസ് ചെയ്യുന്ന സമയം എതിരെ വന്ന വാടാനപ്പള്ളി സ്വദേശിയുടെ കാറിന് മുന്നിലേക്ക് ചാടിയതിൽ കാർ ഡ്രൈവർ നോക്കിക്കടക്കുവാൻ പറഞ്ഞതിലുള്ള വൈരാഗ്യത്തിൽ ഡ്രൈവറുടെ മുഖത്തടിക്കുകയും വടിവാളെടുത്ത് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിനു ശേഷം സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടതായി വിവരം ലഭിച്ചത് പ്രകാരം തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPS ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും വിവരം കൈമാറുകയും തുടർന്ന് കാറിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനകളിൽ മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മതിൽ മൂലയിൽ വെച്ച് കാർ കാണപ്പെടുകയും പിന്തുടർന്ന് വാഹനം തടഞ്ഞു നിർത്തി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പ്രതികളെ പിടികൂടുകയായിരുന്നു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPS, മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK ഷാജി, സബ് ഇൻസ്പെക്ടർ പ്രദീപ് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിജു, സനീഷ്, ഷനിൽ, ഷിജിസ് തുടങ്ങിയവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ പിന്നോക്ക വിഭാഗക്കാർക്കുള്ള സൗജന്യ മുട്ടക്കോഴി വിതരണ പദ്ധതി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. മാന്നാമംഗലത്ത് വള്ളിപ്പടർപ്പിൽ കൊമ്പുകുടുങ്ങിയ പുള്ളിമാനെ വനം വകുപ്പ് റെസ്ക്യൂ അംഗം ലിജോ കാച്ചേരി രക്ഷപ്പെടുത്തി.
പുഴകൾ സംരക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ കടമയാണെന്ന് മേജർ PJ സ്റ്റൈജു. 3.5 കോടിയുടെ വിറ്റുവരവുമായി മണ്ണുത്തി വെറ്ററിനറി സർവകലാശാലയിലെ സെയിൽസ് സെന്റർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.